ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. എല്ലാവർക്കും നമസ്കാരം. അപ്പം രാമായണത്തിൽ ഇനി നമ്മൾ അയോധ്യാകാന്ഡത്തിലാണ് നമ്മൾ കുറച്ച് വരികളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നാരദ രാഘവ സംവാദം തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ഭാഗത്തിൽ കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു നാരദമുനി രാമൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും, പിന്നെ അതുകൂടാതെ സ്ത്രീ സൂചകമായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം സീതാദേവിയെ കാണിക്കുന്നു എന്നും, പുരുഷ സൂചകമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഉള്ള ഇതെല്ലാം ശ്രീരാമചന്ദ്രനെ കാണിക്കുന്നു എന്നും പറയുന്നു. പിന്നെ 15ഓളം പുരാണങ്ങളിലെ മിഥുനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അതങ്ങനെ ഈ ഒരു പ്രപഞ്ചവും പുരുഷനുമായിട്ട് നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും നമിച്ചുകൊണ്ട് നമുക്കും ബാക്കി ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ മഹാകവിയായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് പ്രണാമം. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കുറച്ച് വേദാന്തവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ്. നമ്മുടെ ഈ ആദിയിൽ എങ്ങനെയാണ് സൃഷ്ടി നടന്നത് എന്നൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മായയാണ്, ഭഗവാനിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചമുണ്ടായത് എന്നൊക്കെ ഉള്ള ആ ഒരു തത്വങ്ങളിലേക്കാണ് പിന്നെ ഇന്നത്തെ ഒരു ഭാഗം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് വായിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. അയോധ്യാകാന്ഡം നാരദ രാഘവ സംവാദം തുടരുന്നു. ഹരേ രാമ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരോ നീയല്ലോ നൂനം അവ്യാകൃതമായതും, പിന്നെയതിങ്കൽ നിന്നുണ്ടായി മഹത്വത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്ന് ഉർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാരബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തമായൊന്നല്ലോ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു ഭാഗത്തിൽ ഈ മൂർത്ത രൂപമായിട്ട് കാണുന്ന കുറേ രൂപങ്ങളായിട്ടാണ് രാമനെ താരതമ്യപ്പെടുത്തിയത്. എന്നാൽ ഇനി വേദാന്തത്തിൽ തന്നെ അമൂർത്ത സങ്കല്പങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഇങ്ങനെ പുരുഷ രൂപം അല്ലാതെ അവ്യാകൃതം എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്നത് എന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത രൂപം, മാറ്റമില്ലാത്ത, അതിനാണ് പ്രകൃതിയിലെ മൂലതത്വം. ആ മൂലതത്വമായ രാമനാൽ മൂടിയിരിക്കുന്നു ഈ പ്രപഞ്ചം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും നമുക്കിങ്ങനെ മനസ്സിലാക്കാം. അതായത് അവ്യാകൃതം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അവ്യാകൃതം എന്ന് പറഞ്ഞാൽ വ്യക്തമാകാത്തത്, നമുക്ക് വ്യക്തമാകാത്തത്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് വ്യക്തമല്ലല്ലോ, കാരണം നമ്മൾ ഈ കാണുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ പറയുന്നു ആ അവ്യാകൃതമായ ആ ഒരു മൂലതത്വം എന്ന് പറയുന്ന അതിൽ നിന്നാണ് മഹത്വത്വം ഉണ്ടായത് എന്ന് പറയും. മഹത്വത്വം, ആ മഹത്വത്വത്തിൽ നിന്നാണ് പിന്നെ അഹങ്കാരം ഉണ്ടായതെന്ന് പറയും. അപ്പോൾ അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായതാണ് അന്ധക്കരണവും ഇന്ദ്രിയങ്ങളും പ്രാണനും എല്ലാം ചേർന്ന് അതൊരു എന്താ പറയുക, ഒരു
ഒരു നെറ്റ്വർക്ക് പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതായത് മൂലതത്വത്തിൽ നിന്ന് ജീവാത്മാവ് ഉണ്ടായി എന്നും അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ആദ്യം മൂലതത്വത്തിൽ നിന്ന് മഹത്തത്വവും പിന്നെ അതിൽ നിന്ന് അഹങ്കാരവും അതിൽ നിന്ന് അന്ധക്കരണവും. അന്ധക്കരണം എന്ന് പറഞ്ഞാൽ തന്നെ അഹങ്കാരം, പഞ്ചപ്രാണേന്ദ്രിയങ്ങൾ, പ്രാണൻ എല്ലാം കൂടെ കെട്ടുപണഞ്ഞ് കിടക്കുന്ന അതാണ് ഇന്ദ്രിയജാല സംയുക്തമെന്നല്ലോ, ഇന്ദ്രിയജാല സംയുക്തം എന്നല്ലോ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉർവീപതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉർവീപതേ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയുടെ പതിയായ അല്ലയോ രാമ എന്നാണ് പറയുന്നത്. പിന്നെ സൂത്രം എന്ന് പറയുമ്പോൾ അഹങ്കാരതത്വം എന്നെടുക്കാം. പിന്നെ സർവാത്മാവായ ലിംഗം അതിങ്കൽ നിന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ലിംഗം എന്ന് പറയുമ്പോൾ ബുദ്ധി എന്നോ അന്ധക്കരണം എന്നൊക്കെ എടുക്കാം. പിന്നെ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവൻ എന്ന് ചൊല്ലുന്നിതും ചൊല്ലാവതല്ലാതെ അനാദ്യ വിദ്യാഖ്യ എന്ന് ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം. അപ്പോൾ പറയുന്നു ജനിമൃതി, ജനികളും മൃതിയും, ജനനവും മരണവും സുഖവും ദുഃഖവും. അപ്പോൾ അതൊന്നും പരമാത്മാവിന് അതൊന്നും ബാധകമല്ല. പക്ഷേ അത് ബാധകമായിരിക്കുന്ന ആർക്കാണ്? ജീവാത്മാവായ നമ്മളെപ്പോലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ഈ ജനി മൃതികളും സുഖദുഃഖങ്ങളും ഈ പരമാത്മാവിന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പരമാത്മാവ്. അപ്പോൾ നമുക്കാണ് ഇതെല്ലാം ബാധകമായിരിക്കുന്നത്. അപ്പോൾ ചൊല്ലാവതല്ല എന്ന് പറയുന്നുണ്ട്. അതായത് വിവരിക്കാൻ പറ്റാത്ത അനാദ്യ വിദ്യ, അതിനാണ് വിദ്യ തന്നെയാണ് കാരണോപാധി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദിയും അന്തവും അതിനെക്കുറിച്ച് എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുമെന്നറിയാത്ത അതിനെക്കുറിച്ചുള്ള വിദ്യ, അനാദ്യ വിദ്യ തന്നെയാണ് ഇതിന് കാരണം. അപ്പോൾ പറയുന്നു ഈ ജ്ഞാനം ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്ന് ചൊല്ലുന്നതും ചൊല്ലാവതല്ല അനാദ്യ വിദ്യ ആഖ്യ എന്ന് ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ. അപ്പോൾ വിവരിക്കാൻ പറ്റാത്ത അനാദ്യ വിദ്യ എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്ന കുറച്ച് വേദാന്തമായിട്ട് ബന്ധപ്പെട്ട നമുക്കും മനസ്സിലാക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്, പറയാനും കുറച്ച് നമുക്ക് ഒരു വിഷമം തോന്നുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ പറയുന്നു ഈ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും അതിന് മൂലമായിട്ടുള്ള ചിത്തിനോര് ഉള്ളൊരു ഉപാധിത്രയം. അപ്പോൾ മൂലരൂപമായ ചിത്തിന് സ്ഥൂല സൂക്ഷ്മം കാരണം എന്നീ 3 ഉപാധികളുണ്ടെന്ന്. മൂലരൂപമായ ചിത്ത് എന്ന് പറയുമ്പോൾ ജ്ഞാനം എന്നാണ് അർത്ഥം. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപനാണെന്നാണ് പറയുന്നത്. അപ്പോൾ മൂലരൂപം എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാന് ജ്ഞാനം ആണ് ഭഗവാൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ചിത്ത് എന്ന് വിളിക്കുന്നത്. അതിന് 3 രൂപങ്ങളുണ്ട്, 3 ഉപാധികളുണ്ട് എന്ന് പറയുന്നത്. അതാണ് സ്ഥൂലം, സൂക്ഷ്മം, അതുപോലെ കാരണം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ. അപ്പോൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ സാക്ഷാൽ പരമാത്മാവായ ഭഗവാൻ രാമൻ തേജോമയനായ ആ പരമാത്മാവാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതിന് മീതെ ഉള്ള ഒരു ചൈതന്യം. പക്ഷേ ഈ നമ്മളുടെയൊക്കെ ഈ പ്രകൃതിയുടെ എല്ലാം മേലെ ഒരു ചൈതന്യമുണ്ട് ഇതിനെല്ലാം നിലനിർത്തുന്ന. അതിനെയാണ് നമ്മൾ പരമാത്മാവ് എന്ന് വിളിക്കുന്നത്. ചിത്ത് എന്ന് പറയുന്നത് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് 3 ഉപാധികൾ. ആ ഒരു ചിത്തിന് കാരണമായിരിക്കുന്നത് 3 ഉപാധികളാണ്. മൂലരൂപമായ ജ്ഞാനം അല്ലെങ്കിൽ ചിത്ത്, അതിന് സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് 3 ഉപാധികളുണ്ട്. ജീവാത്മാവായ ഈ വിശേഷ അവസ്ഥകളോട് കൂടിയതാണ് ഈ 3 ഉപാധികൾ.
അപ്പോൾ സാക്ഷാൽ പരമാത്മാവായ അങ്ങാവട്ടെ പറയുന്നു ഇവയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നൊക്കെ 3 ഉപാധികൾ, ഇതെല്ലാം ഭഗവാൻ ഇതൊന്നുമില്ല. ഇതെല്ലാം ജീവാത്മാക്കൾക്കാണ് ഇതെല്ലാം ഈ രൂപത്തിൻ്റെ ഭേദങ്ങളും എല്ലാം ഉള്ളത്. പിന്നെ വായിക്കാം. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ, നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതും ഒക്കവേ നിൻ കളിയാകുന്നിതൊക്കെയും നിൻ കളിയാകുന്നിതൊക്കെ ഓർക്കും വിധൗ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ. ജീവനും രജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരും ഭവ ഭയ മൃത്യു ദുഃഖാദികൾ. അപ്പോൾ ഇവിടെ ഇനി പറയുന്നത് തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെയും പരമാത്മാവ് എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ്. ആ വിഷ്ണു ഭഗവാനാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്രനായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. അപ്പം നീയല്ലോ എല്ലാത്തിൻ്റെയും പരമാത്മാവ് എന്ന് പറയുന്നു നാരദൻ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു നാനാ ലോകങ്ങൾ. അപ്പോൾ ഈ എല്ലാ ലോകങ്ങളും വന്നത് നിങ്കൽ നിന്നാണ്, അങ്ങയിൽ നിന്നാണ്. നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും അങ്ങയിൽ നിന്നാണ്. ഉണ്ടായി വന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടി എന്നുള്ളതാണ് കാണിക്കുന്നത്. ലോകങ്ങൾ എന്ന് പറയുമ്പോൾ നാനാ ലോകങ്ങൾ, ലോകങ്ങളുടെയും ഉൽപ്പത്തി ഭഗവാൻ തന്നെയെന്ന്. പിന്നെ പറയുന്നത് നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും. പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയാണ് ആദ്യം, പിന്നെ സ്ഥിതി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആ ഒരു പ്രപഞ്ചം, അതിൻ്റെ നിലനിൽപ്പ്, അതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം. അപ്പം നിങ്കലത്രേ ലയിക്കുന്നതും ഒക്കവേ. അപ്പോൾ ഈ ഇതെല്ലാം അവസാനം ലയനം അല്ലെങ്കിൽ സംഹാരം എന്ന് പറഞ്ഞാൽ ലയനം, അവസാനം പ്രപഞ്ചം ലയിക്കുന്നത് പ്രളയത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ലയിക്കുന്നതും നിങ്കലത്രേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം ഭഗവാൻ തന്നെയാണ് സൃഷ്ടിയും സ്ഥിതിയും ലയവും. അപ്പോൾ ഈ പരമാത്മാവായിട്ട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആരോടാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ രാമൻ തന്നെയാണ്. നീ തന്നെയാണ് സൃഷ്ടിയും, നീ തന്നെയാണ് സ്ഥിതിയും, നീ തന്നെയാണ് ലയവും എന്ന് പറയുന്നു. അങ്ങനെ ഒന്നും വേറെയല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറയും ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എല്ലാം ഒന്ന് തന്നെയാണ്. അത് നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് 3 രൂപത്തിൽ ഭഗവാനെ നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് സൃഷ്ടിസ്ഥിതി ലയങ്ങൾ എല്ലാം ഭഗവാനിൽ തന്നെയാണ്, എല്ലാം നിങ്കൽ തന്നെയാണ്. നാനാ ലോകങ്ങളുടെയും ഉൽപ്പത്തിയും പ്രതിഷ്ഠയും ലയിക്കുന്നതും ഭഗവാനിൽ തന്നെ. പിന്നെ എന്നാൽ ഞാനാണ് സൃഷ്ടിച്ചത്, ഞാനാണ് ഇതെല്ലാം നിലനിർത്തുന്നത്, ഞാനാണ് ഇതെല്ലാം സംഹരിക്കുന്നത് എന്നുള്ള യാതൊരു കർത്തൃത്വ ഭാവവും പരമാത്മാവിനില്ല. അതായത് ഭഗവാൻ അങ്ങനൊരു ഭാവമില്ല. പക്ഷേ എല്ലാം ഭഗവാനാണ് ചെയ്യുന്നതെങ്കിലും അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാന്റെ ലീല. അപ്പോൾ ഇതൊന്നും നാം മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത്. കാരണം എല്ലാം ഇവിടെ ഒറ്റ തത്വമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എല്ലാം ഭഗവാനാണെന്ന് അറിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ലോകത്ത് അഹങ്കരിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളുടെ ഒരു നിയന്ത്രണത്തിലല്ല ഒന്നുമെന്ന്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? നമ്മൾ ആ ഭഗവാനിൽ ശരണാഗതി അടയുക. നമ്മൾ ആ ഒരു സത്യത്തെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഭഗവാനിൽ നമ്മളെ തന്നെ സ്വയം സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് ഈ ഒരു എല്ലാം നിൻ കളിയാകുന്നതൊക്കെ ഓർക്കും വിധവും എല്ലാം ഭഗവാന്റെ ഒരു കളിയാണെന്ന് പറഞ്ഞാൽ ലീലയാണെന്നൊക്കെ പറയില്ലേ, ഭഗവാന്റെ ലീലകളാണെന്ന് പറയില്ലേ. പ്രധാനമായിട്ട് നമ്മൾ ശ്രീകൃഷ്ണ ലീലകളാണ് അങ്ങനെ ഒരുപാട് പറയുന്നത്. എല്ലാം ഭഗവാന്റെ ലീലകളാണെന്ന് പറയും. അപ്പോൾ ആ ഒരു പൊരുൾ എല്ലാം നിൻ കളിയാകുന്നതൊക്കെ ഓർക്കും വിധവും കാരണം എല്ലാറ്റിനും ഭവാൻ നിർണയം. എല്ലാത്തിനും കാരണം ഭഗവാനാണ്, അത് നിർണയമാണ്, തീർച്ചയാണ്.
പിന്നെ പറയുന്നു നാരായണ നരകാരേ നരാധിപ. നാരായണ നരകാരേ എന്ന് പറഞ്ഞാൽ നരകാസുരൻ്റെ ശത്രുവായതും ഭഗവാൻ തന്നെ. നരകാസുരൻ്റെ ഏറ്റവും വലിയ ശത്രു, നരകാസുരനെ വധിക്കുന്നതും ഒക്കെ ഭഗവാൻ തന്നെ. നരാധിപ. ജീവനും രജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരും ഭയ മൃത്യുദുഃഖാദികൾ. അപ്പോൾ പറയുന്നു ജീവൻ രജുവിങ്കൽ സർപ്പം എന്ന് പറഞ്ഞാൽ രജു എന്ന് പറയുമ്പോൾ കയറ്, സർപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ പാമ്പ്. അപ്പോൾ ഈ കയറിൽ പാമ്പിനെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേദാന്തത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാവനയാണ്. അതായത് രണ്ട് എന്നുള്ളൊരു ഭാവം. വാസ്തവത്തിൽ നമുക്കൊക്കെ രണ്ട് എന്നുള്ളൊരു ഭാവത്തിൽ നിന്നാണ് എല്ലാ പ്രയാസങ്ങളും ഉണ്ടാവുന്നതെന്ന് പറയുന്നു. അതായത് എല്ലാം ഭഗവാനാണെന്നോ അങ്ങനെയുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല ജീവിതത്തിലെന്നും. രണ്ട് എന്ന ഭാവം എന്ന് പറയുമ്പോൾ പിന്നെ ദ്വൈതഭാവം എന്ന് പറയും. ആ ദ്വൈതഭാവത്തിൽ നിന്നാണ് ദ്വിതീയാൽ ഭയം ഭവതി എന്ന് പറയും. ദ്വിതീയാൽ ഭയം ഭവതി എന്നൊക്കെ നാരായണീയത്തിലൊക്കെ പറയും, നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയും. അതായത് ദ്വിതീയാൽ രണ്ട് എന്നുള്ളതിൽ നിന്നാണ് ഭയം ഭവതി, ഭയം ഉണ്ടാവുന്നത്. എല്ലാം ഭഗവാനാണെന്ന് അറിഞ്ഞാൽ പിന്നെന്താ ഭയം? അപ്പോൾ നമ്മളും നമ്മുടെ ഉള്ളിലും ഭഗവാൻ തന്നെ, ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഭഗവാൻ തന്നെ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഭയത്തിന് അടിസ്ഥാനമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രജുവിങ്കൽ സർപ്പം എന്നുള്ള ഭാവന, അതാണ് കയറിൽ പാമ്പിനെ കണ്ട് പേടിക്കുക എന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ഉപമയാണ്. അത് നമ്മൾ ഏത് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും നമ്മുടെ ആചാര്യന്മാർ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് രജുവിങ്കൽ സർപ്പം എന്നുള്ള ഭാവന. അപ്പോൾ താൻ സാക്ഷാൽ പരമാത്മാവ് തന്നെ എന്ന ബോധം നമുക്ക് നേടാത്ത കാലത്തോളം നമുക്ക് ഈ സംസാരത്തിൽ മരണഭയവും അതുപോലെ ഭീതിയും ഭയവും ദുഃഖവും ഒക്കെ നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രാമായണം മഹാഭാരതവും അതുപോലെ നമ്മളെ ഗീതയും ഉപനിഷത്തുക്കളും എന്താണെങ്കിലും വായിച്ച് പഠിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ഭാവമാണ് രണ്ട് എന്ന് പറയുന്നത് ഇല്ല, ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒന്നാണ് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ. അപ്പോൾ അങ്ങനെ ഒരു ഭാവത്തിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നറിയുമ്പോൾ നമുക്ക് ആ ഒരു നമ്മളിൽ നിന്ന് ആ ഒരു പ്രയാസങ്ങളും ദുഃഖങ്ങളും അകന്നു പോകുന്നതായിട്ട് കാണാം. നമ്മളിൽ നിന്ന് ഈ ഒരു ഭയം അതുപോലെ മരണഭയം ഇതെല്ലാം നമുക്ക് കുറച്ച് മാറി കിട്ടുമെന്ന് ഭഗവാനും ഉറപ്പ് തരുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ഇന്ന് പറഞ്ഞ കുറച്ച് വേദാന്തമായിട്ട് ബന്ധപ്പെട്ട വളരെ ഒരു കട്ടിയുള്ള കുറച്ച് ഭാഗങ്ങൾ തന്നെയാണ്. കുറേ പ്രാവശ്യം നിങ്ങൾ വായിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പം ഇത് എത്രയും ഭാഗം ശ്രീരാമചന്ദ്രൻ സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരി ഓം.